ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമുക്കിന്നൊരു അഫ്ഗാനി ചിക്കൻ കറി റെഡിയാക്കാം. അപ്പോൾ അതിൻ്റെ റെസിപ്പിയിലേക്ക് നമുക്ക് പോകാം. ആദ്യം നമുക്കതിനൊരു കഷ്ണം ഇഞ്ചി വേണം, ഒരു 10 വെളുത്തുള്ളി വേണം, പച്ചമുളക് 6 മുതൽ 8 വരെ ചേർക്കാം. ഞാനിവിടെ ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 6 പച്ചമുളക്, ഇച്ചിരി വലിയ പച്ചമുളകാണ്, അതുകൊണ്ട് 6 എടുത്ത്, ചെറുതാണെങ്കിൽ 8 പച്ചമുളക് ചേർക്കാം. ഇനി നമുക്ക് വേണ്ടിയത് മല്ലിയിലയും പുതിന ഇലയുമാണ് നമുക്ക് വേണ്ടിയത്. അതിൻ്റെ അളവ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു പിടി മല്ലിയിലയും പുതിന ഇലയും അത് നമുക്കൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കണം. പിന്നെ 1 കപ്പ് തൈരുണ്ടല്ലോ. ഇനി നമുക്കൊരു സബോളയും കൂടെ വേണം, അത് പിന്നെ എടുക്കാം. ആദ്യം ഇത് ഇഞ്ചിയും ഈ വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി നമുക്ക് അതിൻ്റെ മുമ്പായിട്ട് ഒരു 5 കാജു എന്ന് പറഞ്ഞാൽ കാഷ്നട്ട് ഒരു 5 എണ്ണം നമുക്ക് ചേർത്ത് കൊടുക്കാം. 5 or 6 ചേർക്കാം കേട്ടോ, കുഴപ്പമില്ല. പക്ഷെ 5 എണ്ണം ഞാനിപ്പോൾ ഇവിടെ എടുത്തുള്ളൂ. ഇനി ഈ മല്ലിയിലയും പുതിന ഇലയും നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിടാം. ഒത്തിരി നൈസായിട്ടങ്ങ് അരിയണ്ട, അത് അരയ്ക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് കരിക്കാൻ. അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതായിട്ടൊന്ന് പേസ്റ്റാക്കാം. അതിന് മുമ്പ് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഒരു സബോളയും കൂടെ വേണം, അതൊന്ന് അരച്ചെടുക്കാം. നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നൈസായിട്ടൊന്നും കട്ട് ചെയ്യേണ്ട, അതും ഒരു 4-5 കട്ട് ചെയ്ത് ഇതിനകത്തോട്ട് ചേർത്ത് അരയുമ്പോൾ അങ്ങെല്ലാം കൂടെ ഒന്നിച്ച് പേസ്റ്റ് ആയിക്കോളുമല്ലോ. പെട്ടെന്ന് വെക്കാൻ പറ്റുന്നൊരു കറിയാണേ. ഇതണ്ട നോക്ക്, അരച്ചെടുത്തു. ഇനി ആ 1 കപ്പ് തൈരിനകത്തോട്ട് അത് നമുക്കിത് ചേർത്ത് കൊടുക്കണം. നല്ല പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു പച്ച കളറ്, പച്ചയും വെള്ളയും എല്ലാം നല്ല കോമ്പിനേഷൻ കളറാണ്. ആ 1 കപ്പ് തൈരിനകത്തോട്ട് ഈ പേസ്റ്റും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആ മിക്സിയുടെ ജാറിലുള്ളതൊന്നും കളയണ്ട. ഇനി നമുക്ക് വേണ്ടിയത് ഫ്രഷ് ക്രീമാണ്. ഒരു 4 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്ക്. പിന്നൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് മതിയാവും. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ആ ഫ്രഷ് ക്രീമും തൈരും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും മല്ലിയിലയും പുതിന ഇലയും എല്ലാം കൂടെ ചേർന്ന് അരച്ചതും ഇതും കൂടി ഒന്ന് എല്ലായിടത്തും ഒന്ന് നന്നായിട്ട് മിക്സ് ആവട്ടെ. ഒരു 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം കൂടെ വേണം കേട്ടോ, എന്നാലേ അതിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് വരത്തുള്ളൂ. വീട്ടിൽ തന്നെ ഫ്രഷ് ക്രീം ഉണ്ടാക്കിയുണ്ടെങ്കിൽ നല്ലത്. ഞാനിപ്പം മിൽക്കി മിസ്റ്റിൻ്റേതാണ് ചേർത്തിരിക്കുന്നത്. എല്ലാം നമുക്ക് ഹോം മെയ്ഡ് ചെയ്തെടുക്കാമെങ്കിൽ അതായിരിക്കും ഏറ്റവും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. നന്നായിട്ടത് മിക്സായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കിയോണം. ഇനി നമുക്ക് കുറച്ച് മസാലകൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി നമുക്ക് അര ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി. ഈ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് ഇട്ടത്, അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മതിയാകും കേട്ടോ. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി നമുക്ക് ഇതും കൂടെ ഇതിനകത്തൊന്ന് മിക്സ് ചെയ്യുക. അല്ലാതെ പ്രത്യേകം ഇതിട്ടൊന്ന് വഴറ്റിയെടുക്കുകയോ സബോള വഴറ്റുകയൊന്നും വേണ്ട. പെട്ടെന്നല്ലേ, നമുക്ക് ഈ പിള്ളേർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിലേ ഈ കറി എളുപ്പമാണ്. നമുക്ക് വലിയ മെനക്കേടില്ല. എല്ലാം കൂടി അരച്ചു, തൈരിനകത്ത് കലക്കി, ഫ്രഷ് ക്രീം ഒഴിച്ചു, ചിക്കൻ ഇട്ട് വെച്ചു, എളുപ്പം പണി തീരുമെന്നേ. നോക്കിക്കേണ്ട. ഇപ്പോൾ ആ ഉപ്പും കൂടി ചേർത്ത്, കല്ലുപ്പാണ് ചേർക്കുന്നത് ഞാൻ, കൂടിയൊന്നും പോവല്ല കല്ലുപ്പ് ചേർക്കുന്നവർ. ഇനി നമുക്ക് ഈ ചിക്കൻ ഇതിനകത്തിട്ട് വെക്കണം കുറച്ച് നേരം. പണി കഴിഞ്ഞു ഒരുമാതിരിയൊക്കെ, ഒരു 1/4 ഭാഗത്തോളം പണി തീർന്നു എന്ന് വേണം പറയാൻ. ഒന്ന് വരഞ്ഞിട്ടിടുവാണെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ ചിക്കൻ നല്ലതായിട്ടൊന്ന് അതിലൊന്ന് പിടിച്ച് വരട്ടെ. ശരിക്കും പറഞ്ഞുണ്ടല്ലോ, ഈ ചിക്കന് ഒരു 1/2 മണിക്കൂർ മിനിമം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാൽ ഈ തൈരും ഒക്കെ അങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്കറിയാമല്ലോ, തൈര്, വിനാഗിരി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചിക്കനല്ല എന്ത് മാംസത്തെ സോഫ്റ്റാക്കും. അപ്പം അതൊരു 1/2 മണിക്കൂർ ഇരിക്കുമ്പോഴത്തേന് അതിനകത്ത് അതെല്ലാം പിടിച്ച്
നല്ല റെഡി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ നമുക്ക് വെക്കാം അരമണിക്കൂർ. അപ്പോൾ നമ്മുടെ ചിക്കന് ഞാൻ ഏകദേശം 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു. എല്ലാം തൈരും ആ പേസ്റ്റും എല്ലാം അതേ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. ആ സമയം ഞാൻ ചീനിച്ചട്ടിക്കകത്ത്, ഇത് വെളിച്ചെണ്ണയില്ല ഞാനിപ്പോൾ ചെയ്യുന്നത്, എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ അതിനകത്ത് ഇട്ട് കൊടുക്കാം. ചട്ടിക്കകത്ത് ഇട്ട് കൊടുക്കുമ്പം നല്ല ഫ്ലെയിമിൽ വേണം, അല്ലെ അതിൻ്റെ കോട്ടിങ്ങൊക്കെ അങ്ങ് പോകും. പിന്നെ ഇട്ട് കഴിഞ്ഞ് നമുക്ക് തീ കുറയ്ക്കാം. ഇട്ട് കഴിഞ്ഞ് ഒരു സെക്കൻഡ് കഴിഞ്ഞ് മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കാം. അതിന് എല്ലാം ഓരോ കഷ്ണങ്ങളും പെറുക്കിയിട്ട് ഓരോ സൈഡും 3 മിനിറ്റ് വീതം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. 3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തിരിച്ച്. ഇനി നമുക്ക് ചിക്കൻ തിരിച്ചിടാം. ഈ സൈഡും ഏകദേശം 3 മിനിറ്റ് തന്നെ ഫ്രൈ ചെയ്യണം, എന്നാലേ അതിൻ്റെ ആ കറക്റ്റ് പരുവാകത്തുള്ളൂ. ഇപ്പോൾ ഇതാണ്ട് ചിക്കൻ നല്ല പരുവായി. ഇനി നമുക്ക് കോരിയെടുക്കാം. എന്നിട്ട് കോരിയെടുത്ത് ബാക്കി ചിക്കനും കൂടെ ഇതിനകത്ത് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഓരോ ചിക്കനും ഞാനിപ്പം കോരിയെടുക്കുന്നില്ല, ഓരോന്നോരോന്നായിട്ട് ഇനി എടുക്കുക. അതുകൊണ്ട് ഇച്ചിരി താമസം വരുന്നുണ്ട്. ഇനി ബാക്കി ചിക്കനും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് തന്നെ ചേർത്ത് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. മുമ്പേ ഫ്രൈ ചെയ്ത പോലെ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഓരോ സൈഡും 3 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം മുമ്പേ പറഞ്ഞ പോലെ തന്നെ നല്ല ഫ്ലെയിമിൽ ഇട്ടിട്ട് 1 സെക്കൻഡ് കഴിയുമ്പോൾ ഫ്ലെയിം ഒന്ന് ലോ ആക്കിയാൽ മതി. മീഡിയം ടു ലോ ഫ്ലെയിം, അല്ലെങ്കിൽ ഇതിൻ്റെ കോട്ടിങ് മൊത്തം പോകും. ഓക്കെ, ഇപ്പം നമ്മുടെ ചിക്കനെല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. ഇനി നമ്മൾ ഈ എണ്ണയ്ക്ക് യൂസ് ചെയ്യത്തില്ല. ഇനി നമ്മളൊരു പാൻ വെച്ച് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ആ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് കുരുമുളക് ഒന്ന് ചതച്ചത്, ഒന്ന് രണ്ടായിട്ടൊന്ന് പൊളർന്ന കുരുമുളക് കല്ലുവേ വെച്ച് ചതച്ചെടുത്ത് ഒരു 6 എണ്ണം നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിന് ശേഷം ഒരു ബേ ലീഫ് ഒന്ന് കീറിയിട്ട് കൊടുക്കാം. ഒരു കറുവാപ്പട്ട, അത് ഞാൻ 3ആയിട്ട് പൊടിച്ചെടുത്ത ഒരു കഷ്ണം. പിന്നെ ഒരു ചെറിയ തക്കോലത്തിൻ്റെ പകുതി, പിന്നെ ഒരു 2 ഗ്രാമ്പൂ, 2 ഏലക്ക. ഇതിനകത്ത് കിടന്നൊന്ന് ആ നെയ്ക്കകത്ത് ഒന്ന് ഫ്രൈ ചെയ്ത് വരട്ടെ. ഞാൻ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ടല്ലോ, അഫ്ഗാൻ കറി വെളിച്ചെണ്ണയല്ല ചേർക്കുന്നത്, അവർ സൺഫ്ലവർ ഓയിലൊക്കെ ആയിരിക്കും. ഞാൻ വെളിച്ചെണ്ണ ചേർത്തെന്നേ ഉള്ളൂ കേട്ടോ. പക്ഷേ നെയ്ക്കകത്ത് ഈ മസാലയൊക്കെ അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു പ്രത്യേക മണമുണ്ട്, പറഞ്ഞറിയിക്കാൻ വയ്യ. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ കസ്തൂരി മേത്തി, കസ്തൂരി മേത്തിയുടെ അതിനകത്ത് ചേർക്കുമ്പോഴും ഒരു പ്രത്യേക മണമാണ്. കസ്തൂരി മേത്തി ചേർക്കാൻ പാൻ ചൂടാക്കിയിട്ട് അത് ഓഫ് ചെയ്ത് അതിൽ പിന്നെ കസ്തൂരി മേത്തി ഇട്ട് കൊടുത്ത് അത് പൊടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പേസ്റ്റ്, ചിക്കൻ ഇട്ട് വെച്ചിരിക്കുന്ന പേസ്റ്റില്ലേ, അത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് നമുക്കത് അതിനകത്തോട്ടൊന്ന് കഴുകി ഒഴിക്കാം കേട്ടോ. ആ ചരുവത്തിനകത്തിരുന്നത് ആ പാത്രത്തിനകത്ത് എല്ലാം ഇതിനകത്ത് വേണമല്ലോ. ഇനി ചിക്കൻ നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, തൈര് ചേർത്തായതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ ഇനിയും വെക്കല്, ലോ ഫ്ലെയിമിൽ വെച്ച് പതുക്കെ കറി നമുക്ക് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു കാര്യം കൂടി ചേർത്താൽ മതി. ഇച്ചിരി കസ്തൂരി മേത്തി, ഒരു 1/4 ടീസ്പൂൺ കസ്തൂരി മേത്തിയും കൂടെ ചേർത്ത് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി നല്ലതായിട്ട് തിളച്ച് വരുമ്പോൾ ചേർത്ത് നമുക്ക് വാങ്ങിയെടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പം നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ കസൂരി മേത്തി ഒന്ന് ചേർത്ത് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇവിടെ പിള്ളേർ കളിക്കുന്ന ശബ്ദം നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇനി ആ കറിക്കകത്ത് ആ കസൂരി മേത്തിയൊക്കെ മുമ്പേ നമ്മൾ ഇച്ചിരി ചേർത്തു, 1/4 ടീസ്പൂൺ ചേർത്തു, ഇപ്പോഴും 1/4 ടീസ്പൂൺ. അപ്പം നല്ല ആ ടേസ്റ്റൊക്കെ അങ്ങ് ഇറങ്ങി അതിൻ്റെ വരുന്നുണ്ട്. നല്ല ടേസ്റ്റായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫൈനലായിട്ട് ചേർക്കേണ്ട കുരുമുളക് പൊടി മാത്രമാണ്. ബാക്കി ഏകദേശം നമ്മുടെ കറി റെഡിയായിട്ട് വന്നിട്ടുണ്ട്.
നല്ല കഷ്ണമൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കുരുമുളക് പൊടി ഫൈനൽ ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കി വാങ്ങി നമുക്ക് വെക്കാം. ഒന്ന് മിക്സ് ആയിക്കോട്ടെ. പിന്നെ നമ്മുടെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ ചാനലൊക്കെ കുറച്ച് വീഡിയോസ് നമുക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നിങ്ങളെല്ലാം സഹകരിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വീഡിയോ ഒക്കെ ഇടാനും ഒക്കെ കർത്താവിൻ്റെ കൃപ വേണം. ഞങ്ങളുടെ കർത്താവിൻ്റെ വേലയിലും എല്ലാം വർദ്ധിച്ചു വരാൻ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾ ചോദിക്കുന്നു. അത് ഞങ്ങൾക്ക് വേണം. അപ്പം ഷെയർ ചെയ്ത് കൊടുക്കണം ഫ്രണ്ട്സിനൊക്കെ. ഓക്കെ, ബൈ ബൈ, സീ യു.